വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുത്തെ പരിശുദ്ധ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യത കർത്താവേ. അവിടുത്തെ വലിയ കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ചെഞ്ചോര ചൊരിഞ്ഞ എൻ ജീവനാഥൻ എൻ പക്ഷമുള്ളതാൽ ജയമീന്ന് ഞങ്ങൾ പാടിയതുപോലെ അതേ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി ആ ചെഞ്ചോര, ആ ചങ്കില ചോരയെല്ലാം കർത്താവേ, അവസാനത്തുള്ള രക്തവും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ആ ചോരയിലുള്ള ആ സ്വന്തം ജീവനെ കർത്താവേ അവിടുന്ന് സമ്പൂർണ്ണമായിട്ടും വെടിഞ്ഞു. കർത്താവേ, ആ ക്രൂശിൽ മാത്രമല്ല കർത്താവേ, തൻ്റെ ജീവിതത്തിലുടനീളം സ്വന്തം ഇഷ്ടത്തെ സമ്പൂർണ്ണമായിട്ടും വെടിഞ്ഞ ആ ക്രൂശിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ കർത്താവേ സമ്പൂർണ്ണമായിട്ടും വെടിഞ്ഞ് ഞങ്ങൾക്ക് മാതൃകയായി തീർന്ന് മരിച്ചുയർത്തെഴുന്നേറ്റവനായ കർത്താവ്, അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പക്ഷത്തിലുള്ളതിനാൽ ഞങ്ങൾക്ക് ജയമുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയതിനായിട്ട് നന്ദി പറയുന്നു. നീതീകരിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കർത്താവ് നീതി അങ്കി കർത്താവ് ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ നീതി ഞങ്ങൾക്ക് വേണ്ടി കണക്കിട്ടിരിക്കുന്നവർക്ക് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ മുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ടിരിപ്പാൻ കർത്താവെ, താണിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിന് ഞങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യം എടുത്ത് കർത്താവെ ഞങ്ങളിലേക്ക് വന്ന് വിഹരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ആ പുതുമനുഷ്യനെ രൂപാന്തരത്തിലേക്ക്, മെറ്റമോർഫോസിസിലേക്ക്, വലിയൊരു മറുരൂപപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്, യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ ആക്കി തീർക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞ് വ്യാപരിക്കട്ടെ. കർത്താവെ, ആ പരിശുദ്ധാത്മാവ് ജീവജല നദികളായിട്ട് ഞങ്ങളുടെ ദേഹത്തിലൂടെയും ഞങ്ങളുടെ നോട്ടത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മളങ്ങനെ മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം നമ്മളിപ്പോൾ 16 അധ്യായത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദ്യത്തെ 9 വരെയുള്ള വാക്യങ്ങളുടെ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ സാക്പനും ബ്രദറിൻ്റെ അന്തിമ വിജയം പുസ്തകത്തിൽ നിന്ന് നമ്മൾ ആ ഭാഗം വായിച്ച് കേട്ടു. ആ ഭാഗം മൊത്തവും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അതങ്ങ് വീണ്ടും അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സമയക്കുറവുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അതിൻ്റെ രത്നച്ചുരുക്കമായിട്ട്, വെളിപാട് പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വെളിപ്പാട് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നു. അന്നത്തെ 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകൾ 2-3 അധ്യായങ്ങളിൽ കാണുന്നു. 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലൊരു തുറന്ന വാതിൽ കാണുന്നതും അവിടെ സ്വർഗത്തിലെ സ്വർഗപിതാവിനെ ആരാധിക്കുന്നതും, 5-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്ന കാര്യമാണ് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. പിതാവിനെ ആരാധിക്കുന്നത് നമ്മൾ വെളിപാട് 4-ന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ 4-ന്റെയും അവർ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ വെളിപാട് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലെ പുത്രനെ അവണ്ണം തന്നെ വീണ് വണങ്ങി 24 മൂപ്പന്മാരും 4 കെരൂബുകളും എല്ലാം ആരാധിക്കുന്നു, 4 ജീവികളും, അതായത് കെരൂബുകളെല്ലാം ആരാധിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നത്. 6-ാം അധ്യായത്തിൽ പുത്രനായ ആ കുഞ്ഞാട് ഭൂമിയുടെ ആധാരം എന്ന വണ്ണം മുദ്രയിടപ്പെട്ട, ഭൂമിക്ക് മേലുള്ള ന്യായവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുന്നതും അവസാനകാല സംഭവങ്ങൾ നടക്കുന്നതും, 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് 144,000 യഹൂദന്മാരെ മുദ്രയിടുന്നതും, പിന്നീട് കർത്താവിൻ്റെ വരവെങ്കിലുള്ള ആ ഒരു സഭയുടെ ചേർക്കപ്പെടലും നിത്യമായിട്ടുള്ള ഒരു ആശ്വാസത്തെക്കുറിച്ചുമൊക്കെ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 8-ാം അധ്യായത്തിൽ കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തതിന് ശേഷം കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഭൂമിക്ക് മേലുള്ളൊരു ന്യായവിധി പകർന്നൊഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. 8-ാം അധ്യായത്തിൽ അവിടെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് 7 കാഹളങ്ങൾ നമ്മൾ കാണുന്നത്. ആ കാഹളങ്ങൾക്ക് ആദ്യത്തെ 4 കാഹളങ്ങൾ നമ്മളിപ്പോൾ 16-ാം അധ്യായത്തിൽ കാണുന്ന 4 ക്രോധകലശങ്ങളുടെ അതിനോട് വളരെ താരതമ്യപ്പെടുത്താൻ തക്കവണ്ണം കമ്പയറബിളായിട്ടുള്ള, അതിനോട് സിമിലറായിട്ടുള്ള, അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ വെളിപാട് 8-ാം അധ്യായത്തിൽ ആ ആദ്യത്തെ 4
കാഹളങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 5-6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഓരോ കാഹളങ്ങളും ഊതുമ്പോഴും ദൈവത്തിന് ക്രോധം ഭൂമിമേൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടെ സൗരഗോളങ്ങളിലും പ്രപഞ്ചഗോളങ്ങളിൽ പിന്നെന്താ ഭൂമിയിൽ ജലാശയങ്ങളിൽ കടലിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസങ്ങളും ന്യായവിധിയുടെ കോൺസിക്വൻസസ് അനന്തരഫലങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. 5-6 കാഹളങ്ങളാണ് 9-ാം അധ്യായത്തിൽ കാണുന്നത്. 10-ാം അധ്യായത്തിൽ ദൂതൻ എല്ലാം പ്രവാചകന്മാർക്ക് അറിയിച്ചതെല്ലാം നിവൃത്തിയാകുന്നതാണായിട്ട് പറയുന്നതും പിന്നീട് ആ പുസ്തകം യോഹന്നാന് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. യോഹന്നാൻ അത് ഭക്ഷിച്ച് അതിൻ്റെ മാധുര്യവും കയ്പും എല്ലാം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൃപയും സത്യവും എല്ലാം അനുഭവിച്ചറിഞ്ഞ് വീണ്ടും പ്രവചിക്കുന്ന ഒരു കാര്യമാണ് 11-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. 11-ാം അധ്യായത്തിൽ അവസാന കാലത്തെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3 വർഷക്കാലത്തെ 2 സാക്ഷികളെക്കുറിച്ചും പിന്നീട് അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ കാഹളത്തെക്കുറിച്ച് കർത്താവിൻ്റെ രാജ്യത്വം തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ വായിക്കുന്നു. 12-ാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ സന്തതിയായിട്ടുള്ള കർത്താവിനെ ഉടുക്കിക്കളയാനായിട്ട് സാത്താൻ്റെ ശ്രമങ്ങളെക്കുറിച്ചും 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. ബീസ്റ്റ് നമ്പർ 1, ബീസ്റ്റ് നമ്പർ 2, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. പിന്നെ 14-ാം അധ്യായത്തിൽ കാന്തയാകുന്ന 144,000 പേര് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ന്യായവിധിക്ക് മുമ്പായിട്ട് ഉള്ള ഒരു 3 മുന്നറിയിപ്പുകളെക്കുറിച്ചൊക്കെ നമ്മൾ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചു. പിന്നെ 14-ാം അധ്യായത്തിന് തന്നെ 14-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ അവിശ്വാസികളുടെ ന്യായവിധിയിലേക്കുള്ളൊരു കൊയ്ത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. 15-ാം അധ്യായത്തിൽ ദൈവത്തെ തൻ്റെ അടിമദാസന്മാർ ഈ മൃഗത്തിൻ്റെ മുദ്രയൊക്കെ ജയിച്ചവർ ദൈവത്തെ പളങ്ക് കടലിൻ്റെ മീതെ നിന്ന് പൊൻവീണകളോടെ ദൈവത്തിൻ്റെ വീണകളോടെ അവരെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സാക്ഷികൂടാരം, സ്വർഗത്തിലെ സാക്ഷികൂടാരം തുറക്കുന്നതും അവിടെ ദൈവത്തിൻ്റെ മഹത്വത്താൽ നിറയപ്പെടുന്നു. അതായത് ന്യായവിധിക്ക് മുമ്പായിട്ട് ദൈവത്തിൻ്റെ മഹത്വം നിറയപ്പെടുന്നു. ന്യായവിധിയിലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവം ഏറ്റവും നീതിമാനാണ്, ഏറ്റവും നീതിയോടാണ് ന്യായവിധികൾ, റൈച്ചസ് ജഡ്ജ്മെൻറ്റ്സ് ആണ് എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ന്യായവിധിയുടെ ആ കാഠിന്യമൊക്കെ കാണുമ്പം അയ്യോ ഇത് വല്ലാത്ത കൂടുതലായിപ്പോയി എന്ന് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒന്നാം തനൂറ് ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ എല്ലാം കൃത്യമായിട്ട് ഉരുളക്കുപ്പേര് മാതിരിയാണ് കൊടുത്തേക്കുന്നത്, ദേ ഡിസേർവ് ഇറ്റ് എന്നൊക്കെ ദൂതൻ തന്നെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. ദൈവം ഏറ്റവും നീതിമാനാണ്, ദൈവം സ്നേഹമാണ്, എന്നാൽ ദൈവം പരിശുദ്ധനാണ്, അവിടുന്ന് നീതിമാനാണ്, അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. സോ ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിൽ തന്നെ ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയുടെ സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുതല്ലോ. ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് എബ്രായർ 12-29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം സ്നേഹമാണെന്ന് 1 യോഹന്നാൻ 4:8-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പം ആ ന്യായവിധിക്ക് തൊട്ട് മുമ്പായിട്ടും ദൈവസാന്നിധ്യത്താൽ സാക്ഷികൂടാരം നിറയപ്പെടുന്നു. ആ സ്വർഗത്തിലെ ദൈവസിംഹാസനത്തിൻ്റെ അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ പറ്റാതെ വണ്ണം അവിടെ പുക കൊണ്ട്, ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. ഇപ്പം പുകയെന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ടുള്ള പുകയെന്നല്ല, ആത്മീയ ഭാഷയിൽ പറഞ്ഞിരിക്കുക. അപ്പം അത് യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ തേജസ് വർണ്ണിക്കാൻ അധികം വാക്കുകളില്ലാത്തതുകൊണ്ട് അതുപോലെയൊക്കെയുള്ള ആലങ്കാരിക ഭാഷ അടയാളങ്ങളോടുകൂടെ യോഹന്നാനെ വെളിപ്പെടുത്തി എന്നുള്ള കാര്യം നമ്മൾ 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ തന്നെ വായിച്ചു. സിഗ്നിഫൈഡ് ടു ഹിസ് ബോണ്ട് സെർവൻ ഓ ഷോഡ് ബൈ സൈൻസ്, പല അടയാളങ്ങളോടെ. സിമൈനോ എന്നുള്ളൊരു വാക്ക് അവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 1:1 നമ്മൾ വായിച്ച് അവിടെ പ്രദർശിപ്പിച്ചു എന്ന്, ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്നുള്ള വാക്ക്, പ്രദർശിപ്പിച്ചു എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് NASBയിൽ കമ്മ്യൂണിക്കേറ്റഡ് എന്ന KJVയിൽ സിഗ്നിഫൈഡ് എന്നുള്ള വാക്കാണ്. സിഗ്നിഫൈ എന്ന് പറയുമ്പോൾ സൈൻസ്, ടു ഗിവ് എ സൈൻ എന്നുള്ളതാണ് സിമൈനോ എന്നുള്ള ഗ്രീക്കിൻ്റെ അർത്ഥം. അപ്പം പല അടയാളങ്ങളോടാണ് ഈ വെളിപാട് പുസ്തകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിലുള്ള അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ അടയാളങ്ങളുമുണ്ട്. അത് നമ്മൾ വചനത്തോട് നമ്മൾ താരതമ്യപ്പെടുത്തി അതിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടല്ലോ. പിന്നെ 16-ാം അധ്യായത്തിൽ ആ ക്രോധകലശങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോയി, 16-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ എന്നൊരു മഹാശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം. അത് ദൈവം മൃദുസ്വരത്തോടെ സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം നമ്മുടെ ആത്മാവിലെ പല ശബ്ദകോലാഹലങ്ങളുടെ ഇടയിലും ദൈവത്തിൻ്റെ ഒരു മൃദുസ്വരം നമുക്ക് കേൾക്കാം. ഇതാണ് വഴി,
അങ്ങോട്ട് തിരിയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി എന്നൊരു ശബ്ദം പുറകെ കേൾക്കും, പുറത്ത് നിന്ന് പിറകിൽ നിന്ന് കേൾക്കും എന്നാണ് നമ്മൾ യെശയ്യാവ് 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലൊക്കെ 30-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ അത് അകമേ നിന്ന് കേൾക്കും. പഴയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവരുടെ മേലായിരുന്നു, അതുകൊണ്ട് പുറകെ നിന്ന് അവർ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിലായതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിലിരുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു മനസാക്ഷിയുടെ ശബ്ദം ഉണ്ട്. അത് മനസാക്ഷിയുടെ ശബ്ദം ഇവൻ അവിശ്വാസികൾക്കും ഉള്ളതാണ്. എന്നാൽ ആ മനസാക്ഷിയുടെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് ഏറ്റവും ദൈവശബ്ദമായിട്ട് ആ മനസാക്ഷി പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റൈസേഷനിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഉണർത്തലിൽ അത് ദൈവശബ്ദം പോലെ നമുക്ക് കാര്യങ്ങളെ ഇതല്ല വഴി, ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയരുത്, എന്ത് ചെയ്യണം, എവിടെ നോ പറയണം, എവിടെ എസ് പറയണം, എവിടെ വേണം, ചില കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ ദൈവത്തിൻ്റെ ഒരു മൃദുസ്വരം. എന്നാൽ ആ മൃദുസ്വരം നമ്മൾ കർത്താവിൻ്റെ സ്വരം അധികമായിട്ട് നമ്മൾ കേട്ട് ശീലിക്കും തോറും അതൊരു കാഹളധ്വനി പോലെ അത് ക്ലിയറായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവശബ്ദം അത്രയും ക്ലിയർ ആയിരിക്കും. അത് കാഹളധ്വനി പോലെ തന്നെ ശബ്ദം കേട്ടതായിട്ട് വെളിപാട് 1:10 നമ്മൾ യോഹന്നാൻ കേട്ടതായിട്ട് നമ്മൾ വായിക്കുന്നത്. താൻ ആത്മാവിലായിരുന്നപ്പം ദൈവത്തിൻ്റെ ശബ്ദം കാഹളധ്വനി പോലെ അത്ര ക്ലിയറായിട്ട് കേട്ടു. ചില കാര്യങ്ങൾ ചില ആളുകൾ ഒരു മനസാക്ഷി കുത്തില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ നമുക്കതൊരു കാഹളധ്വനി പോലെ ക്ലിയർ ആയിരിക്കും. അത് ദൈവത്തിൻ്റെ വഴിയല്ല, അത് ശരിയല്ല, അത് എന്തോ പന്തികേടുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം ഒരു വിവേചനവും കാര്യങ്ങളും ഒക്കെ തരും. എന്നാൽ നമ്മൾ ആ മനസാക്ഷിയുടെ ശബ്ദത്തെ ഇപ്പോൾ ചിലപ്പോൾ ചിലരോട് ക്ഷമിക്കാനോ ചിലരോട് ക്ഷമ ചോദിക്കാനോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു കുറവുകളും പാപങ്ങളും ഒക്കെ കർത്താവ് കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇരിക്കാതെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ കർത്താവിനോട് എല്ലാം ഏറ്റുപറയാനുള്ള ഒരു താഴ്മയോടെ നമ്മൾ ആ ദൈവശബ്ദം, മനസാക്ഷിയുടെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം മനസാക്ഷിയിലൂടെ നമ്മൾ കേൾക്കുമ്പം നമ്മൾ അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ സെൻസിറ്റിവിറ്റി, ആ ഒരു സ്പർശ്യത കൂടി വരും. എന്നാൽ നമ്മളവിടെ ന്യായീകരിച്ചുകൊണ്ട് സത്യത്തെ സ്നേഹിക്കാതെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാൽ നമ്മളെക്കുറിച്ച് എന്ത് പറയേണ്ടി വരും? എബ്രായർ 5:11 പറയേണ്ടി വരും. അതാ എബ്രായർ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? യു ഹാവ് ബിക്കം ഡൾ ഓഫ് ഹിയറിങ്. വെടി പൊട്ടിയപ്പം പുകയെന്ന് പറയുന്നത് പോലെ. അതായത് ദൈവം ക്ലിയറായിട്ട് പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നമുക്കതൊന്നും കേൾക്കാൻ ചെവിയില്ല. നമുക്ക് നമ്മളുടേതായ ചില പ്രയോറിറ്റീസ്, നമുക്ക് ചിലപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയോ മൊബൈലോ അല്ലെങ്കിൽ വേറെ പല തരത്തിലുള്ള ദിവാസ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മളങ്ങ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ എബ്രായർ 5:11 ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. ഈ മെൽക്കിസേദെക്കിനെ ക്രമപ്രകാരം വന്ന മഹാപുരോഹിതനായ യേശുവിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട്, ഇപ്പോൾ ഒരു ടീച്ചറിന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, പിള്ളേർക്ക് ആർക്കും കേൾവി ശക്തിയില്ല. അപ്പം പിന്നെ ടീച്ചർ വൈകിട്ടടച്ച് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ട്? ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകനായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന് അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും മാനസാന്തരപ്പെടണം, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, ഇക്കാര്യങ്ങളിൽ ദൈവത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, മീറ്റിംഗ് മുടക്കരുത്, സഭായോഗം മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, വചനം വായിക്കണം, ആദ്യപാഠങ്ങൾ മാനസാന്തരപ്പെടണം, അത് ഒന്നിനും ആർക്കും കടക്കാരായിരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു അവസ്ഥ. കാലം നോക്കി ഉപദേഷ്ടകന്മാരാവേണ്ട സമയമായി എന്ന് വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു എന്ന് അവിടെ ഇബ്രാഹിം ലേഖകൻ അവിടെ 5:11-12 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മഹാശബ്ദം, അത് നമ്മളിപ്പം വെളിപ്പാട് 16-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം എത്ര എക്സാക്റ്റ് ആണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആ കോറിലേഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ആ ചില കാര്യങ്ങൾ നമുക്ക് എവിഡൻ്റ് ആയിരിക്കത്തില്ല, എന്നാൽ അത് നമ്മൾ കാര്യങ്ങൾ നമുക്ക് കത്തുമ്പോൾ ഇത് തന്നെയാണല്ലോ അത് തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ അത് ഇന്ന് അത് എത്ര കൃത്യമായിട്ട് അതെല്ലാം ദൈവത്തിൻ്റെ വചനം എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം കാണുമ്പോൾ, അതായത് നമ്മൾ ആ 1-ാമത്തെ കലശം ഭൂമിയിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ 3-ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ 2-ാമത്തെ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു.
പിന്നെ നാലാമത്തത് നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ദൂതൻ, നാലാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. പിന്നെ എട്ടാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പം എങ്ങോട്ടൊക്കെയാണ് ഒഴിച്ചത്? ഭൂമിയിൽ ഒഴിച്ചു രണ്ടാമത്തെ വാക്യം. പിന്നെ മൂന്നാമത്തെ വാക്യം സമുദ്രത്തിൽ ഒഴിച്ചു. പിന്നെ നാലാമത്തെ വാക്യം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. പിന്നെ എട്ടാമത്തെ വാക്യം സൂര്യനിൽ ഒഴിച്ചു. ഇപ്പം ഭൂമി, സൂര്യൻ, നദികളും ജലാശയങ്ങളും സമുദ്രം, ഈ 4 കാര്യങ്ങളാണല്ലോ. അപ്പം എന്നാൽ ഇവിടെ നമ്മൾ 14-ാം അധ്യായത്തിൽ, നമ്മളത് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മളത് വായിച്ച് 14-ാം അധ്യായത്തിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ എന്നുള്ളൊരു അവസാനത്തെ വാർണിങ്സ് അവിടെ അവിശ്വാസികൾക്ക് കൊടുക്കുക. ആ സമയത്ത് ഈ ക്രോധകലശമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വാർണിംഗ് കൊടുക്കുമ്പോൾ വെളിപാട് 14-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ ഈ 4 കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. വെളിപാട് 14-ന്റെ 7-ാമത്തെ വാക്യം. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും. ഇപ്പം എന്താ നമ്മൾ വായിച്ചേ? ആകാശം എന്ന് പറയുമ്പം സൂര്യൻ അവിടെ ആകാശത്തവിടെ, ആകാശം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം, വിസിബിൾ യൂണിവേഴ്സ്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകൾ എന്ന് പറഞ്ഞാൽ ഈ നദികളും ജലാശയങ്ങളും നമ്മൾ വായിച്ച് ഉണ്ടാക്കിയവനെ, ആ ജലാശയങ്ങൾ എന്നുള്ളതിന് സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ്, നീരുറവുകൾ ഉണ്ടാക്കിയവനെ, ഇതെല്ലാം. അപ്പോൾ ആളുകൾക്ക് മേലിൽ ന്യായവിധി വരാനൊരു കാരണം, പല കാരണങ്ങളുണ്ട്. അവരുടെ നിഗളമാണ് ബേസിക് ആയിട്ടുള്ള കാരണം. നിഗളം അല്ലെങ്കിൽ സ്വയം, ഞാൻ, അവരുടെ അഹന്ത, അതാണ് ബേസിക് ആയിട്ടുള്ള കാരണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യെശയ്യാവ് 2-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പ്രൈഡ് ഓഫ് ദ മാൻ വിൽ ബി ബ്രോട്ട് ലോ. മനുഷ്യൻ നിഗളം അവിടെ താഴ്ത്തപ്പെടും എന്നുള്ളൊരു കാര്യം. നിഗളമാണ് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിഗളമാണ്. നമ്മളെ സാത്താനായി തീർന്നത്, ലൂസിഫർ എന്നറിയപ്പെട്ടവൻ സാത്താനായി തീർന്നത്, പ്രധാന ദൂതൻ സാത്താനായി തീർന്നത് നിഗളത്തിലൂടെ എന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ ഞായറാഴ്ച അവിടെ ചർച്ചിൽ കേട്ടതുപോലെ ആ നിഗളം കാരണമാണ് സാത്താൻ്റെ കൂടെ ബാക്കിയുള്ളവരും അനുചരന്മാരായിട്ട് പോയിട്ടുള്ളത്. ആ നിഗളമാണ് മനുഷ്യനെ രക്ഷയിലേക്ക് വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്നാൽ തന്നിൽ തന്നെ നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടി ദൈവം പെടാപ്പാടപ്പെടുന്നത്. ദൈവം പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. അതിലൂടെയെല്ലാം മനുഷ്യൻ്റെ അഹന്ത ഒന്ന് നിലംപരിച്ചായിട്ട് മനുഷ്യനൊന്ന് താഴ്മയിലേക്ക് വന്ന് സ്രഷ്ടാവിലേക്ക് നോക്കണം. സൃഷ്ടികളെ ഇങ്ങനെ ഈ ആകാശത്തെയും ഭൂമിയും സമുദ്രത്തെയും നീരുറവിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കാതെ അതെല്ലാം സൃഷ്ടിച്ചവനെ, അതെല്ലാം ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവിൻ, ആരാധിക്കുവിൻ, പ്രോസ്കീനിയോ നമസ്കരിക്കുവിൻ അല്ലെങ്കിൽ ആരാധിക്കുവിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെയും അതിനെ തന്നെയൊക്കെ ആരാധിച്ചെന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല, ആത്മീയമായിട്ടും ഭൂമിയെ ആരാധിക്കുന്ന പറഞ്ഞാൽ എന്താ? ഭൂമിയിലുള്ള പല കാര്യങ്ങൾ, ഭൂമിയിലുള്ള നമ്മളുടെ വീടാവട്ടെ, നമ്മളുടെ വസ്തുവകളാവട്ടെ, പണമാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സമുദ്രവും അതിൻ്റെ നീരുറവുകളും പല സോഴ്സസ്, പിന്നെ പ്രപഞ്ചത്തെ ആരാധിക്കുന്നു പറഞ്ഞാൽ വേറെ പല കാര്യങ്ങൾ. സൃഷ്ടിയെ ആരാധിക്കുന്നു, സ്രഷ്ടാവിനെ ആരാധിക്കാതെ സൃഷ്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം. നമ്മളത് റോമർ 1-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. മനുഷ്യന് ആ വാക്യങ്ങളൊക്കെ നമ്മൾ അന്ന് അത് വായിച്ചപ്പോഴും, ഈ വെളിപാട് 14-ാം അധ്യായം വായിച്ചപ്പോഴും നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. റോമർ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും മനസ്സാക്ഷിയിൽ അവർക്കൊരു വെളിച്ചം ഇവൻ കൊടുക്കുന്നു. എന്നാൽ ആ വെളിച്ചത്തെ അവരെന്ത് ചെയ്തു? കഠിനപ്പെടുത്തി ഇരുട്ടാക്കി. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ, സ്വന്തമായിട്ടുള്ള പല നിരൂപണങ്ങൾ, ദൈവം ഇങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, പല സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. വലിയ തത്വചിന്തകളെ, വലിയ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. 22-ാമത്തെ വാക്യത്തിൽ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അങ്ങനെയുള്ള പല വിഗ്രഹങ്ങൾ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളെ, സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. വീണ്ടും ഏൽപ്പിച്ചു. 24-ാമത്തെ വാക്യത്തിൽ ഏൽപ്പിച്ചു കാണുന്നു, 26-ാമത്തെ വാക്യത്തിൽ ഏൽപ്പിച്ചു കാണുന്നു, 28-ാമത്തെ വാക്യത്തിൽ ഏൽപ്പിച്ചു കാണുന്നു. അങ്ങനെ ദൈവം അവരെ ഏൽപ്പിച്ചു. ഗോഡ് ഗേവ് ദം ഓവർ എന്ന് നമ്മൾ 3 തവണ 24, 26, 28 വാക്യങ്ങളിൽ കാണുന്നു. ദൈവം അവരെ അങ്ങ് ഏൽപ്പിച്ചു കളഞ്ഞു.
അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അവർ ദൈവം അങ്ങ് ഏൽപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവസാനം അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആ വഴി അങ്ങ് പോവുകയാണെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകുന്നൊരവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ 16-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം അത് നമ്മളിപ്പം ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ നമ്മളിപ്പം വെളിപാട് 16-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ഒന്നാമത്തെ ആ ദൂതൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക്, അപ്പോൾ പ്രതിമയെ നമസ്കരിക്കാത്തവർക്കൊക്കെ വല്ലാതെ മഹോപദ്രവത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. അപ്പം പ്രതിമയെ നമസ്കരിക്കുന്നവരൊക്കെ അന്ന് പറഞ്ഞു, ഇവരെത്ര മണ്ടന്മാർ, ഇവർ ഈ ഒന്ന് കാലൊന്ന് കുനിച്ചാൽ മതി, ഒന്ന് മുട്ടൊന്ന് മടക്കിയാൽ പോരെ ഈ പ്രതിമയ്ക്ക് മുമ്പാകെ, ഇവർക്ക് ഈ ഉപദ്രവത്തിലൂടെ ഒന്നും കടന്നു പോകണ്ടല്ലോ, ഇവരെത്ര മണ്ടന്മാരാ, ശുദ്ധമണ്ടന്മാർ. എന്നാൽ ഇപ്പം ഈ ന്യായവിധി വന്നപ്പം മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിനെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി, മാലിഗ്നൻസ് തോർ ഉണ്ടായി. അത് ദുർവ്രണം ഉണ്ടായി. രണ്ടാമത്തെ തന്നെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ, ജീവിച്ചയാളുടെ രക്തം പോലെയല്ല, മരിച്ചയാളുടെ രക്തം പോലെ എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു അഴുക്ക് രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലെ നീരുറവുകളിൽ ഒഴിച്ചു. അവ രക്തമായി തീർന്നു. നദികളും നീരുറവുകളും എന്ന് പറയുമ്പോൾ കിണറും എല്ലാം ഉൾപ്പെടെയുള്ള നീരുറവുകളിലൊക്കെ രക്തമാകുമ്പോൾ പിന്നെ ടാങ്കിലും പൈപ്പിലും ഒക്കെ തുറക്കുമ്പോൾ രക്തം വരുന്നു. എന്തെങ്കിലും പാകം ചെയ്യാനൊക്കെയോ, ആഹാരം പാകം ചെയ്യാനൊക്കുന്നില്ല, വെള്ളം കുടിക്കാനൊക്കുന്നില്ല. ഓക്കെ. പിന്നെ 5-ാമത്തെ വാക്യം, അപ്പോൾ ഈ നദിയുടെയൊക്കെ അധിപതിയായിട്ട് ദൈവം ചില ഒരു ദൂതനെ വെച്ച് ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഐ ഹേർഡ് ദ ഏഞ്ചൽ ഓഫ് ദ വാട്ടേഴ്സ്, ജലാധിപതിയായ ദൂതൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളതും കണ്ടായിരുന്നു. 14-ാം അധ്യായത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ ഏഞ്ചൽ ദ വൺ ഹൂ ഹാസ് പവർ ഓവർ ഫയർ എന്ന് 18-ാമത്തെ വാക്യം, തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, പിന്നെന്താ, ജലത്തിൻ്റെ മേലെ അധിപതിയായിട്ടുള്ളൊരു ദൂതൻ. ദൈവം ചില അധികാരങ്ങൾ ചില ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്കതിൻ്റെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല, അറിയേണ്ട കാര്യമില്ല. ദൈവം അറിയേണ്ട കാര്യങ്ങൾ ചെറിയ അതിൻ്റെ ഒരു സൂചന നമ്മൾ വചനത്തിൽ തന്നിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ദൂതന്മാർക്ക് പല പദവികളും പല അധികാരങ്ങളും ഒക്കെ ഉണ്ട്. ദൂതന്മാരെന്ന് പറഞ്ഞാൽ ചിലർക്കാരല്ല. ഒരു ദൂതൻ ഒന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എത്ര ആയിരം സൈന്യങ്ങളൊക്കെയാ മനുഷ്യരൊക്കെയാ മരിച്ചു പോയെന്നൊക്കെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ശക്തരാണ് ദൂതന്മാർ എന്ന് പറഞ്ഞ്. മനുഷ്യൻ്റെ മസിൽ പവറൊന്നും അവിടെ ഒന്നുമില്ല. അതെ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായ പരിശുദ്ധനായുള്ളവനെ. അപ്പം ദൈവം അവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നില്ല, ഹൂ ആർ ആൻഡ് ഹൂ വേ എന്നുവെച്ചാൽ ഹൂ വേ ദൈവത്തിന് പാസ്റ്റുള്ള കാര്യങ്ങൾ അറിയാം. ആ പാസ്റ്റുള്ളതിനെ വെച്ചാണ് ഭൂതകാലത്തുള്ള കാര്യങ്ങളെ അറിയാം. ആ ഭൂതകാലത്ത് ദൈവം ഇരുന്നവനാ. ഭൂതകാലത്ത് ഇരുന്നവൻ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് എന്നുള്ള അർത്ഥത്തില്ല, ഹൂ വേ ദൈവം ആയിരുന്നവനാ, ഭൂതകാലം എല്ലാം അറിയാവുന്നവനാ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ വർത്തമാനകാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ, പഠിച്ചയാൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, പഠിക്കാത്തയാൾക്ക് മുട്ട കിട്ടി എന്ന് പറയുന്നത് പോലെ ഭൂതകാലത്തിൽ നീ ചെയ്തതിൻ്റെ ഇപ്പം വർത്തമാനകാലത്തിൽ അനുഭവിക്കുന്നത്. വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് ഗലാത്യർ 6:7 പറയുന്നത് പോലെ ഹൂ ആർ ആൻഡ് ഹൂ വേ ദൈവം ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. നീ ഇത് കുറച്ച് ന്യായവിധി കുറച്ച് കൂടിപ്പോയി ദൈവമേ എന്നല്ല പറയുന്നേ, മറിച്ച് വളരെ യു ആർ റൈച്ചസ് ആർ യു ലോർഡ്, നീ നീതിമാനാകുന്നു. എന്തുകൊണ്ടാണ് നീതിമാനാകുന്നത്? ദൈവം വളരെ നീതിയോടെ ടിറ്റ് ഫോർ ടാറ്റായിട്ട് ഉരുളക്ക് ഉപ്പേരുമാതിരിയെ കൊടുത്തേക്കുന്നത്. എന്താ കാരണം? 6-ാമത്തെ വാക്യം, ഇവർ ചിലർക്കാരല്ല ഇതൊക്കെ അനുഭവിക്കുന്നവർ, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും. വിശുദ്ധന്മാരുടെ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളെയും കുറിക്കുന്ന പേരെ വിശുദ്ധന്മാരെന്ന്. അവരിൽ തന്നെ ഒരു പ്രവചന ശുശ്രൂഷയോടെ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയോടെ ദൈവത്തിൻ്റെ ഭാരം സഭയെ അറിയിക്കാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച് പ്രവാചക ശബ്ദത്തോടെ സഭയ്ക്ക് ആവശ്യമുള്ള ദൂത് പറയുന്ന ആ പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു. അവർ രക്തം, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം ചിഹ്നിച്ചു. അതുകൊണ്ട് ഇപ്പം അത് തന്നെ കുടിക്കാൻ, ഒരു പ്രവാചകന്മാരുടെ രക്തം കുടിക്കാനില്ല, മറിച്ച് ഈ വെള്ള രക്തമാക്കി കളഞ്ഞ ആ രക്തം കുടിക്കാൻ ദൈവം കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ, ദേ ആർ വർതി. അപ്പം നമ്മൾ അവിടെ യാഗപീഠവും 7-ാമത്തെ വാക്യം, യാഗപീഠത്തിൻ്റെ കീഴിലാണ് പഴയ നിയമ ഭക്തന്മാരായിട്ടുള്ള രക്തസാക്ഷികളുടെ കാര്യം എന്നൊക്കെ ഒരു സൂചന നമ്മൾ വെളിപാട് പഴയ നിയമ ഭക്തന്മാരായിരിക്കണം നമ്മളത് പറയാൻ കാരണം വെളിപാട് 6:9 അത് കാണുന്നത്. അവർ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അത് പ്രതികാരത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു രക്തം എന്ന് പറഞ്ഞാൽ അത് ഹാബേലിൻ്റെ രക്തമാണെന്ന്
നമ്മളത് ഉൽപ്പത്തി 4 അധ്യായത്തിലും എബ്രായർ 12 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തം, യേശുവിൻ്റെ രക്തം എന്താ നിലവിളിച്ചത്? ഇവർ ചെയ്തതെന്ന് അറിയില്ല പിതാവേ, ഇവരോട് ക്ഷമിക്കണമെന്ന് നിലവിളിച്ചു. ഹാബേലിൻ്റെ രക്തം കയ്യിനോടുള്ള പ്രതികാരത്തിനായിട്ട് നിലവിളിച്ചു. അതാണ് പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമത്തിലെ സ്തെഫാനോസിൻ്റെ രക്തം എന്താ നിലവിളിച്ചേ? പിതാവേ, ആ പാപം ഇവർക്ക് കണക്കിടരുതേ എന്ന് നിലവിളിച്ച ഈ സ്തെഫാനോസിൻ്റെ രക്തം. അപ്പം അങ്ങനെ പുതിയ നിയമ ഭക്തന്മാരുടെ കരച്ചിലായിട്ട് നമ്മളവിടെ വെളിപാട് 6:9 കാണുന്നില്ല. അത് ആൾത്താരയുടെ കീഴിൽ, യാഗപീഠത്തിൻ്റെ കീഴിൽ ആത്മാക്കളെ കണ്ടു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ, ആത്മാക്കളെ എന്ന് പറയുമ്പോൾ പ്രാണനുകളെ കണ്ടു. സോൾസ് ഓഫ് ദോസ്, സ്പിരിറ്റ് ആൻഡ് സോൾ ഒരുമിച്ച ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ദേഹം ഭൂമിയിൽ അടക്കപ്പെടുമ്പോഴോ അടക്കപ്പെടുവോ, ഇനിയിപ്പം ഏത് രീതിയിലാണെങ്കിലും ദഹിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് അതിനെക്കുറിച്ചൊന്നും ദൈവജനം കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസൊന്നും തരുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അത് ഭൂമിയിൽ അത് ഡിസിൻറ്റഗ്രേറ്റഡ് ആവുമ്പോൾ എന്താ പറ്റുന്നേ? അത് ഭൂമിയോട്, ആ ശരീരം ഭൂമിയോട് ചേരുന്നതെന്ന് അവൻ്റെ ആത്മാവും ദേഹിയും ഒന്നുകിൽ സ്വർഗത്തിലെ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിൽ അവന് വീണ്ടെടുക്കപ്പെട്ടവനല്ല. പഴയ നിയമത്തിൽ അവർക്ക് യേശുവിൻ്റെ പുണ്യാഹ രക്തം ഇല്ലായിരുന്നു എന്ന് അവർ വിശ്വാസത്താൽ യേശുവിൻ്റെ യാഗത്തെ മുന്നേ വിശ്വാസ കണ്ണുകളാൽ കണ്ട് അവർ യഹോവയായ ദൈവത്തെ അവർക്ക് അന്നുള്ള ദൈവം കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച്, ദൈവം കൊടുത്ത ആ ഒരു മനസാക്ഷിയുടെ ന്യായപ്രമാണം അനുസരിച്ചുമൊക്കെ അവരുടെ യാഗങ്ങൾ അന്ന് ദൈവത്തിന് സ്വീകാര്യമായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പഴയ നിയമത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ നീതി അവർക്കായിട്ട് എബ്രഹാമിന് ദൈവത്തിൻ്റെ നീതി കണക്കിട്ടു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പഴയ നിയമത്തിലും അതുപോലെ ദൈവത്തിൻ്റെ നീതി കണക്കിട്ടപ്പെട്ട ആൾക്കാർ അവിടെ സ്വർഗത്തെ സന്നിധിയിലെത്തി. എബ്രഹാമിൻ്റെ സന്തതികളല്ലാത്തവരായിട്ടുള്ളവർ പഴയ നിയമ കർത്താവിന് വരുന്നതിന് മുമ്പ് അവരതിന് സ്വർഗത്തിലെത്തിയിട്ടില്ലോ എന്നുള്ള കാര്യമൊന്നും വചനപ്രകാരം പറയാൻ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും ദൈവം നീതിമാനാണ്, മനസാക്ഷിയുടെ ന്യായപ്രമാണം ഉള്ളതായിട്ട് നമ്മൾ റോമർ 2:11-12 വാക്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ കൊർണേലിയോസിൻ്റെ കാര്യം, കൊർണേലിയോസ് ഒരു ജാതീയനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ്റെ പ്രാർത്ഥന, അവനെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10 അധ്യായത്തിൽ കൊർണേലിയോസിനെ കണ്ടതിന് ശേഷം പറയുന്നൊരു വാക്യമുണ്ട്. 10 അധ്യായത്തിൻ്റെ 35 വാക്യം, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നത്. ഇൻ എവറി നേഷൻ, സാങ്ക്ബേർ പറയും, ഇൻ എവറി നേഷൻ, ഇൻ എവറി ഡിനോമിനേഷൻ, ഏത് ജാതിയിൽ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയഭക്തി ബഹുമാനത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം അന്ന് പഴയ നിയമത്തിലും ദൈവം അവരെ അംഗീകരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. എന്നാൽ യേശുവിൻ്റെ വരവിന് ശേഷം യേശുവിലൂടെ യഥാർത്ഥമുള്ള രക്ഷയുള്ളൂ. അതുകൊണ്ട് അത്രയും ആത്മാർത്ഥതയുള്ള ആ മനുഷ്യനെയും അവൻ്റെ കുടുംബത്തെയൊക്കെ രക്ഷിക്കാനായിട്ട് യേശുവിൻ്റെ സദ്വർത്തമാനം പറയാനായിട്ട് പത്രോസിനെ അയക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10 അധ്യായത്തിൽ കാണുന്ന. എല്ലാത്തിൻ്റെയും ഫൈനൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുന്ന നമ്മളാരുമല്ല, ദൈവമാണ് ന്യായാസനത്തിലിരിക്കുന്നത്. അപ്പം ദൈവം എല്ലാം ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും നീതിയോട് ചെയ്യും എന്നുള്ള കാര്യം മാത്രം നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ആ യാഗപീഠത്തിൻ്റെ 16 അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ യാഗപീഠത്തിൻ്റെ കീഴിലുള്ള യാഗപീഠത്തിൽ നിന്നുള്ള ശബ്ദം എന്ന് പറയുന്നത് അത് പഴയ നിയമ ഭക്തന്മാരുടെ ശബ്ദമായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 16-7 വാക്യം, അവണ്ണ യാഗപീഠം എന്ന് പറയുമ്പോൾ യാഗപീഠത്തിൻ്റെ കീഴിലുള്ള ആ മനുഷ്യരും എന്താ പറയുന്നത്? അതേ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, 16-7 വാക്യം, വെളിപാട് 16-7 വാക്യം, അതേ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സത്യവും നീതിയുള്ള ന്യായവിധിയാണ്. ട്രൂ ആൻഡ് റൈച്ചസ് ആർ യുവർ ജഡ്ജ്മെൻറ്റ്സ്. ആ റൈച്ചസ് ജഡ്ജ്മെൻറ്റ്സ് എന്നുള്ള വാക്കുകൾ, റൈച്ചസ് എന്നുള്ള വാക്ക് 5 വാക്യത്തിലും ഇപ്പോൾ 7 വാക്യത്തിലും നമ്മൾ പിന്നെ ഈവൻ 15 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ റൈച്ചസ് ആൻഡ് ട്രൂ ആർ യുവർ വേയ്സ് എന്നുള്ളൊരു കാര്യം, കർത്താവേ നിൻ്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു നീതി, ദൈവത്തിൻ്റെ ന്യായവിധിയിലെല്ലാം ഉടനീളം പ്രകടമായിരിക്കും. അവിശ്വാസികളുള്ള അനേകരെ, ഇപ്പം നമ്മളുടെ തന്നെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ നിത്യനരകാഗ്നിയിൽ നിത്യതയോളം വെന്തുരുകുന്നത് നമുക്കെങ്ങനെ കണ്ട് സ്വർഗത്തിലിരുന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കിപ്പം തോന്നാം, നമ്മൾ ജഡത്തിലായിരിക്കുന്നത് കൊണ്ട്. എന്നാൽ നിത്യതയുടെ വെളിച്ചത്തിൽ ദൈവം ഏറ്റവും നീതിമാനാണെന്ന് നമ്മൾ അന്ന്
ഇവരോട് ചേർന്ന് പറയും. അതായത് ദൂതന്മാരൊക്കെ പറയുന്നത്, യാഗപീഠത്തിൻ്റെ കീഴിലുള്ളവർ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ എന്ന് പറയുന്നത് കേട്ടു. എന്ന് വെച്ചാൽ അത് നമ്മൾ അതിനോട് ചേർന്ന് 18-ാം സങ്കീർത്തനത്തിൻ്റെ 25-26 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അവിടെ 18-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, നമ്മളത് കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. അവിടെ ദൈവം എങ്ങനെയുള്ളവരോട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ദൈവം എല്ലാവരോടും ഒരുപോലെയാണോ? ദൈവത്തിന് പക്ഷഭേദമില്ല, മുഖപക്ഷമില്ല. എന്നാൽ ദൈവം നമ്മളിപ്പം ആ 18-ാം സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? 25-ാമത്തെ വാക്യം, ദയാലുവോട് നീ ദയാലുവാകുന്നു. നമ്മൾ മറ്റുള്ളവരോട് മനസ്സിലുള്ളവരോട് ബി മേഴ്സിഫുൾ ഫോർ യു വിൽ റിസീവ് മേഴ്സി. നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കാരുണ്യത്തോടെ, ആ ഒരു സ്നേഹത്തോടെ കാരുണ്യത്തോടെയാണ് നമ്മൾ ഇടപെടുന്നുള്ളത്. നമ്മളെക്കാട്ടിൽ താഴെയുള്ളവരോട്. ആരും താഴെയല്ല, എല്ലാവരും ഒരേ ലെവലില്ല. എങ്കിലും സമൂഹത്തിൽ പല പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് കീഴ് ജീവനക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹായത്തിന് വരുന്നവരോട് നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നുവോ അതുപോലെ ആയിരിക്കും ദൈവം നമ്മളോടും പെരുമാറും. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ എന്ന് പറയുമ്പോൾ ദയാലുവോട് നിന്ന് നമ്മൾ അത് ജ്ഞാനത്തോടുകൂടി വേണം ദയ കാണിക്കാൻ. ചോദിക്കുന്ന ഏവനും കൊടുക്കുമെന്ന് വചനത്തിൽ മത്തായി 5 പറയുന്നുണ്ടല്ലോ എന്ന് ഒരു വാക്യം പറഞ്ഞ് നമ്മൾ അതിലങ്ങ് വീണു പോകരുത്. എന്ന് വേറൊരു വാക്യം എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 10:26 എന്താ പറയുന്നത്? എല്ലാം ഭൂമിയും അതിലുള്ളതെല്ലാം കർത്താവിനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾക്കുള്ള പൈസയോ പണമോ റിസോഴ്സസോ എല്ലാം കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ഏവനോടും കൊടുക്കണമെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ അവിടുന്ന് കൊടുക്കാനുള്ളൊരു ഫ്രീഡം എനിക്ക് തരുന്നുണ്ടോ? ഫ്രീഡം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ അയാൾ ചോദിച്ചു അതുകൊണ്ട് എനിക്കില്ലാത്തതും കൂടെ കടവും കൂടെ വാങ്ങിച്ച് ഞാൻ കൊടുക്കാം എന്നുള്ള പിശാചിൻ്റെ മണ്ടത്തരം അല്ലെങ്കിൽ ജഡത്തിൻ്റെ മണ്ടത്തരം ഒന്ന് ഇങ്ങനെ കാണിക്കുന്ന ഒരു മത്തായി 5 ചോദിക്കുന്ന ഏവനും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്ന് ചോദിച്ചു, അയാൾ വന്ന് ചോദിച്ചു, മറ്റേ ആൾ വന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം കൂടെ കൊടുത്തു, എനിക്ക് ഇനിയിപ്പം ചോദിക്കുന്നതിനെല്ലാം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ പിശാചും ഒരു വചനം കൂട്ടിയതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്ത് വന്നേ. അപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന് പിശാചിനോട് തിരിച്ച് പറയണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താ? 1 കൊരിന്ത്യർ 10:26 ഭൂമിയും അതിലുള്ളതെല്ലാം കർത്താവിനുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഉള്ളതൊന്നും എൻ്റേതല്ല, യഥാർത്ഥത്തിൽ കർത്താവിൻ്റേതാണ്. അപ്പം കർത്താവ് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഒരാൾ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ ദയാലുവാണെങ്കിൽ കർത്താവിനോട് ദയാലുവായിരിക്കും. അതുകൊണ്ട് കർത്താവിനോട് ദയാലുവായിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ അവരോടും ഇവരോടുമൊക്കെ എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ദയ കാണിക്കാൻ, ജ്ഞാനമില്ലാത്ത ദയ കാണിക്കുന്നതൊക്കെ ഇത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ നിത്യതയിൽ നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്നുള്ളതും ദൈവത്തിലൂടെ ഉള്ളതും ദൈവത്തെങ്കിലേക്കുള്ളതും മാത്രമേ നിത്യതയിൽ നിലനിൽക്കുന്നതായിട്ടുള്ളൂ എന്ന് റോമർ 11:36 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദയാലു എന്ന് പറയുമ്പോൾ അവിടെ മാനുഷികമായ ദയയല്ല, ദൈവികമായ ദയ. ദൈവികമായ ഒരു ദയയോടെ നമ്മളായിരിക്കുന്നുവെങ്കിൽ ചില സമയത്ത് നമ്മൾ ചിലയിടത്ത് കാർക്കശ്യത്തോടെ പെരുമാറുന്നത് ദയ കാണിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ നിത്യ നന്മയെ ഓർത്താൽ നമ്മൾ ചില കാര്യങ്ങൾ കാർക്കശ്യത്തോടെ പറയുന്നത്. വെച്ചാൽ അതാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ദയ. നമ്മളുടെ സ്നേഹം എല്ലാ വിവേചനത്തിലും വർദ്ധിച്ചു വരണമെന്ന് ഫിലിപ്പിയർ 1:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലവ് ഷുഡ് അബൗണ്ട് ഇൻ ഡിസേൺമെൻറ്റ്, യു ഷുഡ് ഗ്രോ ഇൻ ലവ് വിത്ത് ഓൾ ഡിസേൺമെൻറ്റ്. എല്ലാ വിവേചനത്തോടും കൂടെ വേണം, വിവേചനത്തോടെ അല്ലെങ്കിൽ വിവേകത്തോടു കൂടി വേണം നിങ്ങളുടെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനാണ് ഫിലിപ്പിയർ 1:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു വിവേകമില്ലാത്ത സ്നേഹം മാനുഷിക സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂരരായിരിക്കണമെന്നല്ല. എന്നാൽ കർത്താവിനോട് ചേർന്ന് കർത്താവെ അവിടുന്ന് എൻ്റെ ആഗ്രഹിക്കുന്ന അതുപോലെ പെരുമാറാനും ചെയ്യാനും എന്നെ സഹായിക്കണം, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു മനോഭാവത്തോടെ കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്നത് പോലെ അങ്ങ് വസിച്ചാൽ മതി. കർത്താവ് നമ്മളിൽ വസിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ചെയ്യും. നമുക്ക് തെറ്റിപ്പോകാം, എന്നാൽ ദൈവം ഗൈഡ് ചെയ്യുന്നത് പോലെ നമുക്ക് മുമ്പോട്ട് പോവാം. അതാ 18:25 ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, എന്നാൽ വക്രനോട് നീ വക്രത കാണിക്കുന്നു. ആ 2 വാക്കും യഥാർത്ഥത്തിൽ ഞാൻ എബ്രായ പദങ്ങൾ നോക്കിയത് രണ്ട് വാക്കുകളാണ്. ക്രുക്കഡ്, വക്രനോട്, വക്രത കാണിക്കുന്നതിനോട് ദൈവം എന്ന NASBയിൽ അത് കുറച്ചുകൂടെ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് ക്രുക്കഡ് യു ഷോ യുവർ സെൽഫ്, ക്രുക്കഡ് എന്നല്ല, യു ഷോ യുവർ സെൽഫ് ആസ്റ്യൂട്ട്. കാർക്കശ്യത്തോടെ ദൈവം വക്രത കാണിക്കുന്നതെന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് ദൈവം അവിടെ കുറച്ചുകൂടെ ഒരു കാർക്കശ്യത്തോടെ, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകും, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ വിടുവാണ്
ആദ്യം പറയുന്നത് എന്താ, പ്രാവിനെ പോലെ നിഷ്കളങ്കതയില്ല പറഞ്ഞത്. ആദ്യം പറയുന്നത് പാമ്പിനെ പോലുള്ള ബുദ്ധിയാണ്. നമ്മൾ ആ ഓർഡർ ശ്രദ്ധിച്ചാൽ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ വിടുക. മത്തായി 10:16. അത് കഴിഞ്ഞിട്ട് പറയുക, ആദ്യം പറയുക ബി ഷ്രൂഡ് എസ് സർപ്പൻസ് ആൻഡ് ഇന്നസെന്റ് എസ് ഡവ്സ്. ആ ഒരു അത്രയധികം നമ്മൾ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ആയിരിക്കും അത്രയധികം ആ ഒരു ദൈവത്തിൻ്റെ ജ്ഞാനം. പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് യെശയ്യാവ് 11:2 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ, സ്പിരിറ്റ് ഓഫ് വിസ്ഡത്തിനാൽ നമ്മൾ നിറയണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, എന്നാൽ നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. നമ്മൾ വക്രതയോ അങ്ങനെ ആ ഒരു ക്രൂക്കഡ്നെസ്സോ അങ്ങനെയുള്ളതൊന്നും അല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. വക്രനോട് നീ വക്രത കാണിക്കുന്നവരേക്ക് കാർക്കശ്യം കാണിക്കുന്നു എന്ന് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വിത്ത് ക്രൂക്കഡ് യു ഷോ യുവർ സെൽഫ് ആസ്റ്യൂട്ട് എന്നാണ് NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ദൈവം നമ്മൾ പല നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുന്നു, വേറൊരു കാര്യം ചെയ്യുന്നു, വേറൊരു കാര്യം ചിന്തിക്കുന്നു, ഒരു അഖണ്ഡതയില്ല. എല്ലാം ഒരു പല പല വേർഷൻസാണ്. വീട്ടിലൊരു വേർഷൻ, ജോലിസ്ഥലത്തൊരു വേർഷൻ, സഭയിലൊരു വേർഷൻ, അങ്ങനെ ഒരു സത്യസന്ധതയോ അങ്ങനെ ഒരു ഇതില്ലാതിരിക്കുന്നവരോട് ദൈവം അതുപോലെ അവരോട് കാർക്കശ്യത്തോടെ ദൈവം നമ്മളോട് അതുപോലെ നിന്നാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കുറവുകളുണ്ടാകും. പക്ഷേ കർത്താവേ ഞാൻ ഇത്രയേ ഉള്ളൂ, കർത്താവേ ഇല്ല എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് നമുക്ക് ആ ഒരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അപ്പം അത് ദേ ഡിസേർവ്, അവർ ദേ ആർ വേർതി എന്നുള്ള നമ്മളിപ്പം വായിച്ചു ആ 16-ാം അധ്യായത്തിൽ. ഇപ്പം നമ്മൾ തിരിച്ച് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദേ ഡിസേർവ് ഇറ്റ്, അവർ യോഗ്യർ തന്നെ. അതേ യോഗ്യർ, അക്സിയാസ് എന്നുള്ള പദമാണ് നമ്മൾ അന്തിമോചനം പുസ്തകത്തിൽ ആ വാക്യത്തിൻ്റെ റെഫറൻസ് ഇതിനോട് ചേർത്ത് നമ്മളിപ്പം കണ്ടു. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മളത് വായിച്ചായിരുന്നു. വെളിപാട് 3:5 അവിടെ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഈ ശിക്ഷ കിട്ടാൻ ഇവർക്ക് യോഗ്യതയുണ്ടെന്ന് പറയുമ്പം, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥത്തിലുള്ള യോഗ്യന്മാരായിരിക്കുന്ന ഉടുപ്പ് മലിനമാകാതെ കുറേ പേര് സർദീസിൽ നിനക്കുണ്ട്. അവിടെ സർദീസിലെ സഭയിലെ മൂത്ത സഹോദരനെ ലീഡ് ചെയ്യുന്ന സഹോദരൻ വളരെ ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കലും പേരുണ്ട്, ജീവനുണ്ടെന്ന്, പക്ഷെ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ പോലും അവിടെയുള്ള ചില സഹോദരങ്ങൾ ലീഡർഷിപ്പിൽ ഒത്തിരി കറപ്ഷൻ വന്നെങ്കിൽ പോലും അവർ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത് അവർ ആ ഉടുപ്പ് മലിനമാകാതെ, ലോകത്തെ മലിനപ്പെടാതെ കുറേ പേര്, കുറച്ച് ഐ ഹാവ് എ ഫ്യൂ പീപ്പിൾ, ഐ ഹാവ് എ ഫ്യൂ നെയിംസ് ഇൻ സാർഡിസ് എന്നുള്ളൊരു കാര്യം. കുറേ പേരുകൾ ദൈവത്തിന് ഓരോരുത്തരുടെയും പേരറിയാം. കുറേ പേരെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറേ എന്നുള്ളത് അധികം പേരെന്നുള്ള അർത്ഥത്തിലല്ല കുറേ എന്നുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. ഒളിഗോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാം. എ ഫ്യൂ പീപ്പിൾ, കുറച്ച് പേര്. ഒളിഗോസ് എന്നുള്ള ചുരുക്കം ചില ആൾക്കാർ, മൈനോറിറ്റി, കുറേ പേര് സർദീസിൽ നിന്നെക്കൊണ്ട് അവർ യോഗ്യന്മാരാകിയാൽ അവർ യഥാർത്ഥ ദൈവസന്നിധിയിൽ യോഗ്യന്മാരാണ്. ആ അക്സിയാസ് എന്നുള്ള വാക്കിന് യോഗ്യർ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹാവിങ് വെയിറ്റ് ഓർ വർത്ത്, വെയിങ്, ആ ഒരു ഭാരമുള്ളവരെന്ന് പറഞ്ഞാൽ തലക്കനമുള്ളവരെന്നല്ല, അവർക്ക് തേജസ്സിൻ്റെ നിത്യഘനം, അവരുടെ ആത്മാവിൽ തേജസ്സിൻ്റെ നിത്യഘനം 2 കൊരിന്ത്യർ 4:17-18 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നൊടിനീരത്തേക്കുള്ള കഷ്ടം, തേജസ്സിൻ്റെ നിത്യഘനം, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. ദൈവത്തിൻ്റെ തേജസ്സിന് ആത്മീയമായ ഒരു ഭാരമുണ്ട്. അപ്പോൾ ആ ആത്മീയ ഭാരമുള്ള യോഗ്യതയുള്ളവരാണ് അവർ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണ്. അവർ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവർ വെള്ളമെടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതിരിക്കും എന്നൊക്കെ അവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ യോഗ്യൻ എന്നുള്ള അതേ പദം തന്നെയാണ് ഇവിടെ ദൂതൻ പറയുന്നത്. ഇവരും യോഗ്യരാ. ഇവർ പക്ഷേ യോഗ്യരെന്താ? ഇവർ രക്തം ചിന്തിയതുകൊണ്ട് രക്തം കുടിക്കാൻ ഇവർ യോഗ്യരാ. വാളെടുക്കുന്നവൻ വാളാലെ മരിക്കുന്നുള്ള കാര്യം, തോക്കെടുക്കുന്നവൻ തോക്കാലെ മരിക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ എത്രയോ പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ വാളെടുക്കുന്ന വാളാലെ മരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 13-10 വാക്യത്തിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നൊരു പ്രമാണമാണ്. അത് വെളിപാട് പുസ്തകത്തിലും വീണ്ടും അത് എഴുതിയിരിക്കുന്നൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. സോ അപ്പം തിരിച്ച് ഇവിടെ വെളിപാട് 16-ന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. പിന്നെ 8-ാമത്തെ വാക്യം, 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. തീ കൊണ്ട് ചുടുവാൻ നമ്മളെ എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുട്ടെടുക്കണമെങ്കിൽ സിമ്മൊക്കെ ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കുക സഹോദരിമാരല്ലേ. അപ്പം ആ 8-ാമത്തെ വാക്യത്തിൽ
ഇറ്റ് വാസ് ഗിവൺ ടു സ്കോർച്ച് മാൻ വിത്ത് ഫയർ. ചിലപ്പോൾ ഇവിടെ വെയിലൊക്കെ ഒന്ന് കൂടുമ്പോഴത്തേക്ക് തന്നെ എന്തൊരു ചൂടാ, എന്തൊരു വെയില എന്നൊക്കെ നമ്മൾ പറയുന്ന, അതൊന്നും ഈ ചൂടിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ആയിരിക്കത്തില്ല. എത്ര ഇപ്പം 40 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ആവുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പം പിന്നെ ഇവിടുത്തെ ചൂട് എത്ര ആയിരിക്കും, 100 ആയിരിക്കും, അതിൽ കൂടുതലായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു. അതിൻ്റെ 8ാമത്തെ വാക്യം, ദ ഫോർത്ത് ഏഞ്ചൽ പോർഡ് ഔട്ട് ഹിസ് ബോൾ അപ്പോൺ ദ സൺ. അപ്പം സൂര്യൻ അതുപോലെ അങ്ങ് ചൂട് കൂടാൻ തുടങ്ങി. അപ്പം ഇറ്റ് വാസ് ഗിവൻ ടു ഇറ്റ് ടു സ്കോച്ച് മെൻ വിത്ത് ഫയർ. അതുപോലൊരു അത്യുഷ്ണമായിരിക്കും. എത്ര AC ഉണ്ടെങ്കിലൊന്നും പറ്റത്തില്ല. AC ഒക്കെ അപ്പോഴത്തേക്ക് വർക്കാവുമെന്ന് തന്നെ അറിയത്തില്ല. എന്താ വെച്ചാൽ എല്ലാ ജലാശയങ്ങളൊക്കെ രക്തമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം കൂടെ എല്ലാം താറുമാറാവും. ഇലക്ട്രിസിറ്റിയൊക്കെ വർക്ക് ചെയ്യുമോ, എല്ലാം കുളമായി കിടക്കുമായിരിക്കും. ഭൂമിയിലേക്ക് അതിനു മുമ്പേ എല്ലാം കലശമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ AC ഒന്നും വർക്കാവുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, 9ാമത്തെ വാക്യത്തിൽ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അതാ നമ്മൾ മെൻ വേ സ്കോച്ച് വിത്ത് ഫിയേഴ്സ് ഹീറ്റ്. അപ്പോഴത്തേക്കും ദൈവമേ ഞങ്ങൾ ചെയ്തതൊക്കെ ക്ഷമിക്കണമേ, അവിടെ ഇനിയെങ്കിലും കരുണ തോന്നണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോഴും അവർ വീണ്ടും ദൈവത്തെ ദുഷിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അത്രയൊക്കെ വെച്ചാൽ അവർക്ക് ദൈവത്തെ മനസാന്തരപ്പെടാനൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അവർ മനസാന്തരപ്പെട്ടു പോയനായിരുന്നു. പക്ഷേ അതിനുള്ള എല്ലാ അവസരങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ശിക്ഷാവിധി വരുന്നത്. ഈ ബാധകളുടെ മേൽ അത് അത്യുഷ്ണത്തിൽ വെന്തുപോയി. 9ാമത്തെ വാക്യം, ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ഈ ബാധകളുടെ മേൽ ആർക്കേ അധികാരമുള്ളൂ? ദൈവത്തിന് അധികാരമുള്ളൂ. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ, ബ്ലാസ്ഫീം ചെയ്തതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ദേ ഡിഡ് നോട്ട് റിപ്പന്റ് സോ ആസ് ടു ഗിവ് ഹിം ഗ്ലോറി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? റിപ്പൻറ്റൻസ് ബ്രിങ്സ് ഗോഡ് ഗ്ലോറി. നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പം സ്വർഗത്തിലെ വലിയ സന്തോഷം ഉണ്ടാകുന്നതെന്നൊക്കെ ഈ ലൂക്കോസ് 15-ന്റെ 7ാമത്തെ വാക്യമൊക്കെ നമുക്കറിയാം. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് മാനസാന്തരം, നമ്മുടെ സഭയിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന് ആദ്യം മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ മാനസാന്തരം ക്രിസ്തീയ ജീവിതത്തിന് ആദ്യത്തിലും പറയുന്നില്ല, മധ്യത്തിലും പറയുന്നില്ല, ഒടുക്കത്തിലും പറയുന്നില്ലാത്ത മാനസാന്തരം എന്നുള്ള വാക്ക് തന്നെ റിപ്പൻറ്റൻസ്, അതിൻ്റെതായ ഒരു പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക എന്നുള്ളൊരർത്ഥത്തിൽ റിപ്പൻറ്റൻസ് അതിൻ്റെ ഒരു ഗൗരവത്തോടെ പുൾപ്പറ്റുകളിൽ നിന്ന് പ്രീച്ച് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖകരമായിട്ടുള്ളൊരു സത്യമാണെന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമ പ്രവാചകന്മാരൊക്കെയും അവരെല്ലാം ആ ഒരു ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒക്കെ അവർ പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകനും അവനും മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. യേശു ആ ബേറ്റിനെടുത്തുകൊണ്ട് യേശുവും പറഞ്ഞു മാനസാന്തരപ്പെടുവിന് കൂടെ കർത്താവ് വിശ്വസിക്കുമെന്നും കൂടെ ആഡ് ചെയ്തു. റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഗോസ്പൽ, റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ. മാർക്കോസ് 1:14-15, മത്തായി 4:19 റിപ്പൻറ്റ് ആൻഡ് ബിലീവ് എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ അപ്പോസ്തലന്മാരും എല്ലാം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോസ്തലന്മാരും റിപ്പൻറ്റ് ആൻഡ് ബിലീവ് എന്ന് പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയതായിട്ട് പത്രോസ് മുതൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നീട് ഉടനീളം അപ്പോസ്തലന്മാർ, പിന്നീട് പൗലോസും എല്ലാം റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്, മാനസാന്തര വിശ്വാസത്തെക്കുറിച്ച് അവർ പ്രസംഗിച്ചു. എന്നാൽ ഇന്ന് ക്രിസ്തീയഗോളത്തിൽ മിസ്സിംഗ് മെസ്സേജസ് ഇൻ ടുഡേയ്സ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സാഗ്ബറിൻ്റെ പല മെസ്സേജസിലും വേറെ ഊന്നി പറയുന്നൊരു കാര്യം റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പാപം. ദൈവത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ ഗ്രോസ് ആയിട്ടുള്ള വലിയ വലിയ പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ മാത്രമല്ല, ദൈവത്തിന് വിശുദ്ധിക്ക് ചേരാത്തതായിട്ടുള്ള എന്തും പാപമാണ്. കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തത് എന്തും പാപമാണ്. അവർ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയി, പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് നമ്മൾ റോമർ 3:23 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഒരു ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ അവിടെ നമ്മൾ കാണുന്നത്. റോമർ 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം ദൈവ തേജസ്സിൽ നിന്ന് ഫോൾ ഷോട്ട് ചെയ്യുന്നു. ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തേജസ്, അത് യേശുവിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ തേജസ് എന്നാണ് നമ്മൾ യോഹന്നാൻ 1:14 ദൈവത്തിൻ്റെ തേജസ് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുവിൽ ആ ദൈവത്തിൻ്റെ തേജസ് കണ്ടതായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആ യേശുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഫോൾ ഷോട്ട് ചെയ്യുന്ന ആ 100% മാർക്കിൽ നിന്ന് കുറവുള്ളതെല്ലാം എന്താണ്? പാപമാണ്. നമ്മളിപ്പോൾ വലിയ കൊലപാതകമോ വ്യഭിചാരമോ വലിയ ബാങ്ക് റോബറിയോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും. എന്നാൽ ഒരു അശുദ്ധമായിട്ടുള്ളൊരു ചിന്ത, ഒരു അശുദ്ധമായിട്ടുള്ളൊരു നോട്ടം, ഒരു കോപിക്കുന്ന ഒരു വാക്ക്, ഒരു ആകുല ചിന്ത,
ഒരു പരാതിയുടെയും പിറുപിറുപ്പിൻ്റെയും ആത്മാവ്, ഒരു അസ്വസ്ഥതയും ആകുലചിന്തയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ വിധിക്കുന്നൊരു മനോഭാവം, നിഗളത്തിൻ്റെ ഒരു ചിന്ത, മറ്റുള്ളവരെ താഴ്ത്തി നോക്കുന്ന, മറ്റുള്ളവരെ വിധിച്ച് തള്ളുന്ന ഒരു മനോഭാവം, മനുഷ്യമാനം തേടുന്നത്, ലോകത്തിലുള്ള വസ്തുതകളെയൊക്കെ സ്നേഹിക്കുന്നത്, അങ്ങനെയുള്ള കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കുറവ് വന്നിട്ടുള്ള എല്ലാം പാപമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജഡത്തിൽ ഇതെല്ലാം ഉണ്ട്, ഇതിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ട്. എന്നാൽ ദൈവം നമുക്ക് വെളിച്ചം തരുന്നതിനനുസരിച്ച് നമ്മൾ ആ ജഡത്തെ സമ്പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചു കൊണ്ടേയിരുന്ന കർത്താവെ ഒരു കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല മനോഭാവങ്ങളോ ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുമ്പോൾ അവിടെ നമ്മൾ സത്യത്തെ സ്നേഹിച്ച് ദൈവം കാണിച്ചു തരുന്ന ആ സത്യത്തെ സ്നേഹിച്ച് മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. നമ്മളെവിടെ വായിക്കും, നമുക്ക് ആ വാക്യം മിക്കവർക്കും അറിയായിരിക്കുമല്ലോ. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ കർത്താവ് 3 ഉപമകൾ പറയുന്നുണ്ട്. അവിടെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 പേരെക്കുറിച്ച് പറയുന്നുണ്ട്. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 പേരെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവരെപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരായതുകൊണ്ട് അവർക്കൊരു പ്രത്യേക മാനസാന്തരം ആവശ്യമില്ല എന്ന്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് അതാ 15-7 ലൂക്കോസ് 15-7 വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ 10-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച്, മെറ്റാന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു പ്രൊപ്പോസിഷനാണ്. നയോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, നയോ എന്ന് പറഞ്ഞാൽ മനസ്സന്തരപ്പെടുന്നത് വെച്ചാൽ ചേഞ്ച് ദ വേ ഓഫ് തിങ്കിങ്. നമ്മൾ ഇതുവരെയും ഭൂമിയോട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴിയെ, ജഡത്തിൻ്റെ വഴിയെ, പിശാചിൻ്റെ വഴിയെ, അങ്ങനെ ഒരു വഴിയെ ആയിരുന്നു നമ്മളുടെ ചിന്തകളെല്ലാം. ഇത് നമ്മൾ 180 ഡിഗ്രി ഒരു യൂട്ടേൺ അടിച്ച് ദൈവത്തെങ്കിലേക്ക് കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നമ്മൾ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിലൊരു ക്രൂശ് എടുക്കലിൽ എന്തുണ്ട്, അവിടെ ഒരു മാനസാന്തരത്തോടെ യഥാർത്ഥത്തിൽ ക്രൂശ് എടുക്കാനൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം അത്രേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞ്. അവിടെയും മനസാന്തരം എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഇത് തന്നെ. എന്താ, കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ആ വഴിയായിരുന്നു, ഞാൻ ബോട്ടാണ് അടിച്ച് കർത്താവേ ഞാൻ അങ്ങയിലേക്ക് വരുന്നു, അനുതാപത്തോടെ, ആ ഒരു വേദനയോടെ, കർത്താവിൻ്റെ ഹൃദയത്തെ, സ്നേഹമുള്ള ഹൃദയത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അനുതാപത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ട്. എന്താ, കർത്താവ് എന്നെ സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ എത്ര വീഴ്ചയോ എത്ര കുറവുകളോ ഒക്കെ ഉണ്ടാവട്ടെ, അവിടെയൊക്കെ നമ്മളതിനെ ന്യായീകരിച്ച് അതൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഈ ലോകത്ത് ആരാ എത്ര പരിശുദ്ധനായിട്ടുള്ളത്, എല്ലാവർക്കും ഉള്ള കാര്യമായി, കോപമാവട്ടെ, മോഹമോ കോപമോ ആകുലചിന്തയോ അല്ലെങ്കിൽ മനുഷ്യമാനം തേടാതിരിക്കുന്നതോ അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കാതിരിക്കും, ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, ഇതിനകത്ത് ഇപ്പോൾ എന്തോ മാനസാന്തരപ്പെടാം, ഇതൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്തോടെ ദൈവവചനത്തെ തുച്ഛീകരിക്കുകയാണെങ്കിൽ അവിടെ ദൈവം നമ്മളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ദൈവം കാണിച്ചു തരുമ്പം കർത്താവിൻ്റെ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച ഒരു രീതി, അവിടെ എന്തോ ഒരു മറ്റൊരാളും മുറിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ശബ്ദം ഉണ്ടായിരുന്നു, ഒരു ടോൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ആളെ കളിയാക്കുന്ന രീതിയിലായിപ്പോയി നമ്മളുടെ ഒരു വർത്തമാനം. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരം, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയിട്ടില്ല. ഇവിടെ വെളിപ്പാട് 16:9 നമ്മൾ പറയുന്നത് റിപ്പൻറ്റൻസ് ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്. അതാണ് നമ്മൾ വായിക്കണം. അവന് മഹത്വം കൊടുക്കുന്നതൊക്കെ കൊണ്ട് മാനസാന്തരപ്പെട്ടില്ല. യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ആർക്കാ മഹത്വം കൊടുക്കുന്നേ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആർക്കാ മഹത്വം തേടുന്നേ? നമുക്ക് തന്നെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ. മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കും. നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുമെന്ന് നമ്മൾ റോമൻസ് 4 റോമർ 4-ാം അധ്യായത്തിൽ ഇപ്പോൾ ഇബ്രാഹാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇബ്രാഹാം വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. റോമർ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 17 നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇബ്രാഹിമിനെ കുറിച്ച് ഫോർ ഓഫ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം ഹു ഇസ് ദ ഫാദർ ഓഫ് എ സോൾ. 17-ാമത്തെ വാക്യം, ഫാദർ ഓഫ് മെനി നേഷൻ ഐ ബിലീവ് ഇപ്പോട്ടെ 100 years. അതെ, 20-ാമത്തെ വാക്യമാണ്, സോറി, റോമർ 4-ന്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എബ്രഹാമിനെ കുറിച്ച് പറയാം, 100 വയസ്സായി,
എബ്രഹാം തൻ്റെ ശരീരം നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ കഴിഞ്ഞ കോൺഫറൻസിൽ ജോജി പറഞ്ഞാൽ എബ്രഹാം ചെയ്ത കണ്ണാടി അന്ന് വേറെ പല രീതിയിലുള്ള കണ്ണാടിയൊക്കെ റിഫ്ലക്ഷൻ കാണുന്ന കണ്ണാടിയൊക്കെ കാണുമല്ലോ. കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞ് മുഖമൊക്കെ ചുരുണ്ടു, ഇനിയിപ്പോൾ കുഞ്ഞുണ്ടാവേണ്ട സാധ്യതയൊന്നും ഇല്ല. എബ്രഹാം തന്നെ നോക്കി. പിന്നെ സാറയെ നോക്കിയപ്പോൾ സാറ ഇങ്ങനെ പല്ലില്ലാതെ വിളിച്ച് ചിരിക്കുന്ന കണ്ടു. ഇന്നത്തെ പോലെ ഡെൻറ്റിസ്റ്റുകളൊന്നും ഇല്ലല്ലോ വെപ്പ് പല്ലൊക്കെ വെക്കാൻ, മുടിയൊക്കെ നരച്ച് ചിലപ്പം കഷണ്ടിയൊക്കെ മുടി ഒഴിച്ചിലും. അപ്പോൾ എബ്രഹാം തന്നെ നോക്കിയപ്പോഴും സാറെ നോക്കുമ്പോഴും ഇനിയിപ്പം ഒരു കുഞ്ഞുണ്ടാവുന്ന സാധ്യതയൊന്നും ഇല്ല. എബ്രഹാമിന് പറ്റുമെന്നുണ്ടായിരുന്നപ്പം ഹഗാറിലൂടെ ഇഷ്മയേലുണ്ടായി. എന്നാൽ 99 വയസ്സായി. അതാ നമ്മുടെ വെൻ ഹി വാസ് എബൌട്ട് 100 years of old. അത് 19ാമത്തെ വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനായിരുന്നു. ശരിക്കും എക്സാക്ട്ലി പറയുന്നത് 99 വയസ്സുള്ളവനാകിയാൽ അവിടെയും ദൈവത്തിന് എക്സാക്ട്ലിയാ എബൌട്ട് എന്നുള്ള അവിടെ ഏകദേശം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 99 വയസ്സാകുമ്പോഴാണ് ഇബ്രാഹിമിൻ്റെ വിശ്വാസത്തിലൂടെ 100ാമത്തെ വയസ്സിൽ യിസ്ഹാക്ക് ഉണ്ടാകുന്നത്. ഏകദേശം 100 വയസ്സവനാകിയാൽ അല്ലെങ്കിൽ 99 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. യെറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ ഹി ഡിഡ് നോട്ട് വേവർ ഇൻ അൺബിലീഫ്. ദൈവം അത് ചെയ്യുമോ ഇല്ലയോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേവർ ചെയ്യാതെ വിശ്വാസത്തിലെ ശക്തിപ്പെടുത്തി ഗ്രൂ സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ദൈവം അല്ലേ വാഗ്ദത്തം ചെയ്ത്. എൻ്റെ ശക്തിയോ സാറയുടെ ശക്തിയോ ഒന്നും അല്ല, മറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്യും. വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മുടെ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ മാനസാന്തരവും വിശ്വാസമാണല്ലോ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് വിവാഹത്തിനോടനുബന്ധിച്ച് മത്തായി 19 പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ദൈവം ജോയിൻ ചെയ്തിട്ടുള്ള 2 കാര്യമാണ് മാനസാന്തരവും വിശ്വാസവും. കർത്താവിൻ്റെ ശുശ്രൂഷയിലെ ആദ്യം തന്നെ കർത്താവ് അതാ പറയുന്നത്, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിന്ന് മർക്കോസ് 1:14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്, അതേ കാര്യം തന്നെ വീണ്ടും നമ്മൾ എവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിലൊക്കെ പൗലോസും ഈ ഒരു മാനസാന്തരവും വിശ്വാസവും താൻ പ്രസംഗിച്ചു പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നൊരു വാക്യം 21ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 20:21, ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈവൻ കർത്താവ് പുനരുത്ഥാനം ചെയ്തതിന് ശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലും ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ 47-ാമത്തെ വാക്യം ലൂക്കോസ് 24:47 അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങിയ സകല ജാതികളോട് പ്രസംഗിക്കുകയും വേണമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം മാനസാന്തരവും പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്കോസ് 1:14-15 മാനസാന്തരവും വിശ്വാസം, റിപ്പൻറ്റൻസ് ആൻഡ് ബിലീഫ്, റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്. ഇപ്പോൾ നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നമ്മളിപ്പോൾ എവിടെ വായിച്ചു? വെളിപ്പാട് 16:9 കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് വിശ്വസിച്ചപ്പോൾ കർത്താവിന് മഹത്വം കൊടുത്തു. കർത്താവ് ഏകസത്യ ദൈവമാണെന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചപ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഒരു പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ കർത്താവിനെ നടത്തും. കർത്താവ് നടത്താൻ മതിയായവനാണ്. അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. അവിടുത്തെ കൃപ എനിക്ക് മതിയായതാണ്. അവിടുന്ന് എന്നെ കർത്താവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അവിടുന്ന് എനിക്ക് എല്ലാത്തിനുള്ളൊരു പോക്ക് വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പോഴാണ് പരിശുദ്ധാത്മാവാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ മനസാന്തരവും വിശ്വാസമൊക്കെ നമുക്കായിട്ട് മാനുഫാക്ചർ ചെയ്തത് H2+O = H2O എന്ന് പറഞ്ഞ് നമുക്കായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാനൊക്കത്തില്ല. ഗോഡ് ഹാസ് ടു ഗ്രാൻഡ് ദം റിപ്പൻറ്റൻസ് എന്നാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. മാനസാന്തരപ്പെടുവാനായിട്ടുള്ളൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തരുന്നു. നമ്മൾ അതിന് ഈൽഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ദൈവമാണ്. അതാ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 5:31 വായിക്കുന്നത്. 5:31 അപ്പോസ്തലപ്രവൃത്തികൾ 5:31 ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ടു ഗ്രാൻഡ് റിപ്പൻറ്റൻസ് ടു ഇസ്രായേൽ. ഈവൻ 11-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലും അതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേലിൻ്റെ മനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട് 5:31. ഇവിടെ ജാതികളുടെ മനസാന്തരത്തെക്കുറിച്ചാണ്
11:18 വാക്യത്തിൽ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പം ദൈവമാണ് മാനസാന്തരം നൽകുന്നത്. മാനസാന്തരം നൽകുന്നത് ദൈവമാണ് പരിശുദ്ധാത്മാവിനാൽ. മാനസാന്തരം പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടുമ്പോഴല്ലേ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട. മാനസാന്തരത്തിനായിട്ടുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ആ പ്രേരണയ്ക്ക്, ആ പ്രോംപ്റ്റിങ് നമ്മൾ കീഴടങ്ങുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അനുദപിച്ച് മാനസാന്തരപ്പെടുവാനും കർത്താവെ അതിൽ നിന്ന് വിട്ടുതിരിഞ്ഞതിലേക്ക് കർത്താവിലേക്ക് വരുവാനും റിട്ടേൺ എടുക്കുവാനും സഹായിക്കുന്നത്. അതുപോലെ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഗലാത്യർ 5:22-23 വിശ്വസ്തത എന്ന് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പിസ്റ്റസ് എന്നുള്ള പദം വിശ്വാസം ആണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ആറഞ്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, ഓറഞ്ച് എന്ന് ഓർക്കാൻ എളുപ്പം, അതുകൊണ്ട് ആറഞ്ച്. പഴയ ആൾക്കാരൊക്കെ ഓറഞ്ചിന് ആറഞ്ച് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അപ്പോസ്തലപ്രവൃത്തികൾ 6-ന്റെ 5-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് ഫുൾ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഓഫ് ഫെയ്ത്ത്. ആത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായ സ്തെഫാനോസ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് വിശ്വാസം. പരിശുദ്ധാത്മാവാണ് നമുക്ക് മാനസാന്തരം തരേണ്ടത്, വിശ്വാസവും തരേണ്ടത്. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആർക്കാ മഹത്വം കൊടുക്കുന്നത്? കർത്താവിനെ മഹത്വം കൊടുക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ആർക്കാ മഹത്വം കൊടുക്കുന്നത്? കർത്താവിനെ മഹത്വം കൊടുക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെടാതിരുന്ന ആർക്കാ മഹത്വം കൊടുക്കുന്നത്? നമുക്ക് തന്നെ മഹത്വം എടുക്കുന്നത്. നമ്മളെ വിശ്വസിക്കാതിരുന്നാൽ ആർക്കാ മഹത്വം എടുക്കുന്നത്? നമുക്ക് തന്നെ മഹത്വം എടുക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിന് തന്നെ നമുക്ക് മഹത്വം കൊടുക്കാൻ നമുക്ക് അടുത്ത പോർഷനിലോട്ട് നീങ്ങാനുള്ളൊരു സാവകാശം ഇന്നിപ്പോൾ ഇല്ലല്ലോ. 8 മണി ആയിപ്പോയല്ലോ. ഈ സമയം അങ്ങ് പെട്ടെന്ന് ഓടിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ദൈവം സഹായിച്ച 10-ാമത്തെ വാക്യം, 16-ന്റെ 10-ാമത്തെ വാക്യം മുതലുള്ള കാര്യങ്ങൾ അന്തിമവിജയം പുസ്തകത്തിൽ നമുക്ക് തുടർന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആ ഒരു ദൈവത്തിൻ്റെ മഹാശബ്ദം അത് കേൾക്കുവാൻ നമ്മൾ മാന്യമുള്ളവരാണോ? മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുവാൻ മാന്യമുള്ളവരായി പോയതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് പല കാര്യങ്ങളും പറയാനുണ്ടായിട്ടും പറയാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. അതുപോലെ തന്നെ മൃഗത്തിൻ്റെ മുദ്ര കേൾക്കുന്നവർക്കുള്ള ന്യായവിധിയെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചെല്ലാം കേട്ടു. പിന്നെ നമ്മൾ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കേട്ടു. മാനസാന്തരവും വിശ്വാസവും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു കാര്യം കേട്ടു. അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ കാര്യം തന്നെ, ഈ മാനസാന്തരം ഇവർ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ള ആ പദപ്രയോഗം നമ്മൾ വെളിപാട് 9-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിലും കൂടെ കാണുന്നതായിട്ട് നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ നമ്മളത് വായിച്ചായിരുന്നു. ഞാൻ ആ പോർഷൻ എടുക്കുവാണെങ്കിൽ വെളിപാട് 9-ന്റെ 20-21 ഇതേ കാര്യം തന്നെ. ഈ ബാധകളൊക്കെ വന്നപ്പോൾ ഇവിടെ 9-ാമത്തെ അധ്യായത്തിൽ 5-6 ദൂതന്മാരുടെ 5-ാമത്തെയും 6-ാമത്തെയും കാഹളങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ വെളിപാട് 9-ന്റെ 20-21 വാക്യങ്ങളിലും മാനസാന്തരപ്പെട്ടതുമില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഇവയാൽ അത്രേ കേട് വരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. വീണ്ടും വിഗ്രഹങ്ങളെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. അവരും അത് വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അത് ആക്ഷരികമായിട്ടുള്ള വിഗ്രഹങ്ങളാവട്ടെ, അലങ്കാരികമായിട്ടുള്ള വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കുന്ന പല കാര്യങ്ങൾ, അത് നമ്മളുടെ TV ആകാം, സോഷ്യൽ മീഡിയ ആകാം, വേറെ ചില വ്യക്തിബന്ധങ്ങളാകാം. ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കുന്ന പല വിഗ്രഹങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഡിഡ് നോട്ട് റിപ്പൻറ്റ് ഇത്രയൊക്കെ വലിയ ഫയറും സ്മോക്കും ബ്രിംസ്റ്റോണും ഒക്കെ ഉണ്ടായി എന്നൊക്കെയാണ് 18-ാമത്തെ വാക്യത്തിൽ. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം. ഇവിടെ നമ്മുടെ സൂര്യൻ്റെ തീയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അവിടെ വെളിപാട് 16-ലൊക്കെ കണ്ട്. എന്നാൽ ഇത്രയൊക്കെ ന്യായവിധി ഉണ്ടായിട്ടും അവർ മാനസാന്തരപ്പെടുത്തില്ല. അപ്പോഴും അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. മാനസാന്തരപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ അവർക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, എന്നാൽ അവരത് ചെയ്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ ഇബ്രാഹിമിനെ പോലെ വിശ്വസിക്കാനും അപ്പോസ്തലന്മാർ കർത്താവും എല്ലാം പറഞ്ഞതുപോലെയുള്ളൊരു മാനസാന്തരവും വിശ്വാസത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അതിന് ഒരു മാനസാന്തരവും വിശ്വാസവും കർത്താവ് ഉണ്ടാകുമ്പോൾ ഞങ്ങളെ അങ്ങ് സഹായിക്കണേ. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണേന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള എന്തെങ്കിലും കർത്താവേ
ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുമല്ലോ കർത്താവേ, ഞങ്ങൾ പല കാര്യങ്ങളും ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങൾക്ക് തന്നെ അറിയാത്ത എത്രയോ കർത്താവേ നിഗളവും സ്വാർത്ഥതയും പണസ്നേഹവും ലോകസ്നേഹവും എല്ലാം ഉണ്ട് കർത്താവേ. അതെല്ലാം അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവിടുന്ന് കാണിച്ചു തരുമ്പോൾ കർത്താവേ, അതൊന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ കർത്താവേ, സത്യത്തെ സ്നേഹിച്ച് കർത്താവേ, ആ സത്യത്തിനോടുള്ള സ്നേഹത്തെ കൈക്കൊണ്ട് കർത്താവേ, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന വണ്ണം സത്യത്തെ സ്നേഹിക്കാകിയാൽ അവരുടെ മേൽ ഭോഷത്വത്തിന് ആത്മാവിനെ അയച്ചു എന്ന് 2 Thessalonians 2:10-11 വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ ഞങ്ങളിൽ ഭവിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ, സത്യത്തെ സ്നേഹിപ്പാൻ, മാനസാന്തരപ്പെടുവാൻ, കൂടുതൽ നുറുക്കപ്പെടുവാൻ, കൂടുതൽ അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങേ അതുപോലെ വിശ്വസിക്കാൻ കർത്താവേ, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം എല്ലാം അങ്ങയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചേൽപ്പിക്കുവാൻ അങ്ങെല്ലാം കരുതും. അവിടുന്ന് എല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യും. അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ കർത്താവേ, എബ്രഹാം തങ്ങളിലേക്ക് നോക്കി വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകാതെ വേവർ ചെയ്യാതെ കർത്താവിലേക്ക് നോക്കി വിശ്വാസത്തിൽ വളർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ കർത്താവേ, ഞങ്ങളും അങ്ങയിലേക്ക് നോക്കി കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ മാനസാന്തരത്തിലൂടെ വിശ്വാസത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുദിനവും ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾ തന്നെയും ഓരോരുത്തരെയും കർത്താവേ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ഒരു മാനസാന്തരവും ആഴത്തിലുള്ളൊരു മാനസാന്തരവും വിശ്വാസവും കൊണ്ടുവരണേ കർത്താവേ. വലിയൊരു അനുതാപം, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തൊരു അനുതാപവും വലിയൊരു കരച്ചിലും വലിയൊരു നിലവിളിയും വലിയൊരു ആശ്രയബോധവും എല്ലാം ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അയക്കണമേ. ഈ മാനസാന്തരം വിശ്വാസവും ഞങ്ങൾക്ക് ഉരുവാക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് ആ മാനസാന്തരം വിശ്വാസവും തരണം. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങേ കർത്താവേ, എല്ലാത്തിലും അങ്ങേ വിശ്വസിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥനയായിട്ട് നിങ്ങൾ സ്തുതിക്കുന്നു എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.